നോക്കി പോരാ. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ കുന്നും മലയൊന്നും കയറുന്നില്ല. അന്ന് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവർക്കും വരാൻ പറ്റിയ സ്ഥലമായിരുന്നു. കുറേ ആൾക്ക് പരാതിയായിരുന്നു, ഈ റെസ്ട്രിക്റ്റഡ് ഏരിയ ഒക്കെ ആയിട്ട് എല്ലാവർക്കും പോരാൻ പറ്റില്ല, ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ എന്തെങ്കിലും സ്ഥലങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഇന്ന് നമ്മൾ വയനാട്ടിലെ നെല്ലറച്ചാലാണുള്ളത്. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കാറ്റ് കൊള്ളാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അമ്പലവയൽ ടൗണിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ കാരാപ്പുഴ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതുവരെ വണ്ടി എത്തും, നടക്കാനൊന്നുമില്ല. കാരാപ്പുഴ ഡാമിൻ്റെ സൈഡിലൊരു സ്ഥലമാണ് നെല്ലറച്ചാൽ. പണ്ടൊക്കെ ഇവിടെ വണ്ടി കഴുകാനും മീൻ പിടിക്കാനൊക്കെ ആയിരുന്നു ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. സ്ഥലം വളരെ സൈലൻ്റാണ് കേട്ടോ. കാറ്റടിക്കുന്ന സൗണ്ട് അല്ലാണ്ട് ആൾക്കാരുടെ സൗണ്ടോ വണ്ടികളുടെ സൗണ്ടോ ഒന്നുമില്ല. പിന്നെ കാറ്റാണ് ഇവിടുത്തെ മെയിൻ. ഏത് നേരത്ത് വന്നാലും നല്ല റിലാക്സിങ് മൂഡാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കാഴ്ചകൾ കാണാനും കാറ്റ് കൊള്ളാനും റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് നെല്ലറച്ചാൽ. നമ്മളിന്നിവിടെ വെറുതെ കാറ്റ് കൊള്ളാൻ മാത്രം വന്നതല്ല കേട്ടോ, മീൻ പിടിക്കലും കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതാ ആ കാണുന്ന ദ്വീപ് പോലുള്ള സ്ഥലത്തേക്ക് പോകാൻ പോവാണ് കേട്ടോ. അപ്പം വെള്ളത്തിലൂടെ പോകാനുള്ള ഒരു സെറ്റപ്പും ഇവിടെ കാണുന്നില്ല, നമ്മൾ റോട്ടിലൂടെയാണ് പോകുന്നത്. ഇനി അങ്ങോട്ടുള്ളതൊക്കെ എല്ലാവരും ഫാമിലി ഒന്നായിട്ട് വരാതിരിക്കുക, പിന്നെ വരുന്നവർ സ്വന്തം റിസ്കിൽ വരിക. അപ്പോൾ ഇഡൻ പ്ലേസ് ഹണ്ടിങ്ങിൻ്റെ 3ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോഡിലൂടെ എവിടം വരെ എത്തും എന്നറിയില്ല, എത്തുന്ന വരെ പോയോക്കാം. ഇതുവരെ വണ്ടി പോകുള്ളൂ, ഇനി ഇവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് നടക്കാം. ഒരു ബൈക്കിന് പോകാനൊക്കെ ഗ്യാപ്പ് ഉണ്ട്, പക്ഷേ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പം എവിടെയെങ്കിലും ലോക്കായി പോകും. ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ്. ഈ വഴി നേരെ ചെന്നെത്തുന്ന ഒരു ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ. ഉണ്ടോ, ചുറ്റിനും കാടൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഗ്രൗണ്ട് കഴിഞ്ഞാൽ പിന്നെ ആളും അനക്കവും ഒന്നുമില്ലാത്ത സ്ഥലങ്ങളാണ്. വീടും ഒന്നുമില്ല, ആൾക്കാരൊന്നുമില്ല, കുറച്ച് കാട് മൂടിയിട്ടാണ്. അവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്, ഡാം കാണുന്നുണ്ട്. ഇനി ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടെ ഒരു സൈഡിലായിട്ട് ഒരു അടയാളക്കല്ലൊക്കെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ നമ്പറൊക്കെ കാണുന്നുണ്ട്. ഇനി കുറച്ച് സൂക്ഷിച്ച് പോകണം. ഇവിടെ മണ്ണൊക്കെ ഇളകി കിടക്കുന്നുണ്ട്, ആനൊക്കെ വന്ന പോലെ ഉണ്ട്. കാടിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അലേർട്ടായിരിക്കണം, എല്ലാ ശബ്ദങ്ങളും ഒബ്സർവ് ചെയ്യണം. മൃഗങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പുലി, ആന, കടുവ, പാമ്പ് അങ്ങനെയൊക്കെ. ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പാമ്പൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും, അപ്പോൾ നമ്മൾ എല്ലായിടത്തും ശ്രദ്ധിച്ച് പോകണം. ഈ വഴി ഭയങ്കര അപകടം പിടിച്ചാണ്. മഴക്കാലമൊന്നും അല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല, ഇപ്പം തന്നെ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നതൊക്കെ കാണുന്നുണ്ട്.
നല്ല വലിയൊരു മരം ഇവിടെ ക്രോസിൽ കിടക്കുന്നുണ്ട് കേട്ടോ, ചാടിക്കിടക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലാണ് നമ്മൾ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹിഡൻ പ്ലേസ് ഹണ്ടിങ്ങിൻ്റെ കഴിഞ്ഞ 2 എപ്പിസോഡുകൾ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഐക്കണിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൽ പോയി കാണാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു എൻഡിൽ എത്തിട്ടോ. ഇവിടെ വെള്ളം കാണുന്നുണ്ട്. ഇവിടെ മീനുകൾ വന്ന് ചാടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് കൊക്കുകൾ മീൻ പിടിക്കുന്നത് കാണുന്നുണ്ട്. ഒന്നും ക്യാമറയിൽ എടുക്കാൻ പറ്റിയില്ല. നമ്മളിപ്പം വന്ന് നേരത്തെ തുരുത്ത് പോലെ കണ്ട ആ സ്ഥലത്ത് എത്തിയിട്ടോ. അപ്പം ദാവയുടെ ഒരു അടിപൊളി സ്ഥലം കാണുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കാം. നോക്കി പോരാ. ഓ, ഇതൊരു ഡെഡ് എൻഡാണ്. തിരിച്ചു വരും. ഈ സൈഡിൽ കൂടെ എങ്ങനെയും വഴി ഉണ്ടോക്കാം. ഇതൊക്കെ പോരും. ഇതൊരു നടപടിയാവും തോന്നുന്നില്ല. നമുക്കൊരു മീൻ പിടിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടോ നോക്കാം. മീൻ പിടിക്കാനുള്ള ഫുൾ സെറ്റപ്പ് ആയിട്ടാണ് നമ്മൾ വന്നിങ്ങനെ. ചൂണ്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഹൈദർ ബ്രോ ആണ്. മൂപ്പര് ഇതിലൊക്കെ ഭയങ്കര ടെക്നിക്കുള്ള മനുഷ്യനാണ്. ചൂണ്ടറിയുമ്പോൾ നല്ല ദൂരൊക്കെ എറിയണം, എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ കിട്ടി വെക്കുക. എന്നാലാണ് മീൻ കുടുങ്ങുള്ളൂ. പിന്നെ ഇളക്കം വരുമ്പോൾ നമ്മളത് വലിച്ചെടുക്കുക. നല്ല അടിപൊളി മീനുകൾ കുടുങ്ങിയിരുന്നു. ഇനി നമ്മൾ സൺസെറ്റും കൂടി കണ്ടിട്ട് തിരിച്ചു പോകും. സൂര്യൻ്റെ ആ വെളിച്ചം വന്ന് വെള്ളത്തിൽ തട്ടി റിഫ്ലക്റ്റ് ആകുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്തത്. ഇനി ഇരുട്ടാകുമ്പോൾ തന്നെ കാടിറങ്ങണം. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.